നടത്തി വന്ന സമരമുണ്ടല്ലോ പെട്ടെന്ന് കേരള സർവകലാശാലയും ഗവർണറുടെ നോമിനിയാണ് വിചാരിക്കാം. പക്ഷേ സർക്കാർ നോമിനിയായ കുഫോസ് വിസി ഇതേ ജ്ഞാനസഭയിലെ സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. അതിന് SFI ഇങ്ങനെ കാണുന്നു. കുഫോസ് വിസി RSSന്റെ നേതാവ് പങ്കെടുത്ത പരിപാടിയിൽ പങ്കെടുത്തിട്ടില്ല എന്ന് പറയുന്ന നിലയുണ്ടായി. ഞാൻ പറഞ്ഞ് പൂർത്തിയാക്കട്ടെ. പങ്കെടുത്തിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് പങ്കെടുക്കുന്ന ഒരു അപരാധമാണെന്ന് തിരിച്ചറിവ് അദ്ദേഹത്തിനുണ്ടായി. അതായത് RSSന്റെ മേധാവി പങ്കെടുക്കുന്ന ഒരു ചടങ്ങിൽ വിദ്യാഭ്യാസ മേഖലയെ പ്രതിനിധീകരിക്കുന്ന ഒരു വൈസ് ചാൻസലർ പങ്കെടുക്കുന്നത് ഒരു അപരാധമാണ് എന്നൊരു തിരിച്ചറിവ് അദ്ദേഹത്തിനുണ്ടായിട്ടുണ്ട്. നല്ല കാര്യം. പക്ഷേ അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ അതിനെ ശക്തമായി അപലപിക്കേണ്ടതാണ്. ഒരു കാരണത്തിൽ നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ല. പക്ഷേ RSSന്റെ മേധാവി പങ്കെടുത്തൊരു ചടങ്ങിൽ താൻ പങ്കെടുത്തിട്ടില്ല എന്ന് കേരളത്തിലൊരു വൈസ് ചാൻസലർ പറയുന്നതിനെ നമ്മൾ സ്വാഗതം ചെയ്യണം. കാരണം അതങ്ങനെ പങ്കെടുക്കാൻ കൊള്ളുന്ന ചടങ്ങല്ല എന്നൊരു വൈസ് ചാൻസലർ തന്നെ പറയുകയാണ്. അതെ, അതാണ് ഞാൻ പറഞ്ഞത്. RSSന്റെ മേധാവി പങ്കെടുത്തൊരു ചടങ്ങ് ഒരു വിദ്യാഭ്യാസ മേഖലയിലെ വൈസ് ചാൻസലർക്ക് പങ്കെടുക്കാൻ കൊള്ളാത്ത ചടങ്ങാണ് എന്തായാലും വ്യക്തമാക്കി. അതിനല്ലൊരു മെസ്സേജല്ലേ. RSSന്റെ മേധാവി പങ്കെടുത്ത ഒരു ചടങ്ങ് സ്വാഭാവികമായി കേരളത്തിലൊരു വൈസ് ചാൻസലർക്ക് പങ്കെടുക്കാൻ കൊള്ളാത്തൊരു ചടങ്ങാണ് എന്ന് അദ്ദേഹം വ്യക്തമാക്കി. തീർച്ചയായും RSSുമായി സന്ധി ചെയ്യുന്ന ഒരു വൈസ് ചാൻസലർ നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. ഇവിടെ കുഫോസ് വിസിയുടെ കാര്യത്തിൽ ഒരു വ്യത്യസ്തത ഉണ്ടായത് അദ്ദേഹം തുറന്നു പറയാനുള്ള ആർജവം ഉണ്ടായി. അതായത് ഒരു വൈസ് ചാൻസലർ എന്ന നിലയിൽ RSSന്റെ മേധാവി രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വർഗീയ സംഘടന നേതാവ് പങ്കെടുക്കുന്ന പരിപാടിയിൽ ഞാൻ പങ്കെടുത്തിട്ടില്ല. അതൊരു കുറച്ചിലായിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. ഞാൻ പങ്കെടുത്തിട്ടില്ല. അപ്പോൾ അത് പറയുമ്പോൾ തന്നെ നമുക്ക് വ്യക്തമാണല്ലോ അതിനകത്ത് മെസ്സേജ് ഉണ്ടാവും. ഗവർണർക്കെതിരെ SFI നടത്തി വന്ന സമരം പെട്ടെന്ന് അവസാനിപ്പിച്ചതുകൊണ്ടാണ്. പെട്ടെന്ന് അവസാനിച്ചല്ലോ. ഇന്ന് കേരളത്തിൽ മുഴുവൻ ജില്ലകളിലും SFI അവകാശ പത്രിക മാർച്ച് സംഘടിപ്പിക്കുകയാണ്. ആ അവകാശ പത്രിക മാർച്ച് ചിത്രീകരിക്കാൻ നിങ്ങളെല്ലാവരും ഞാൻ ക്ഷണിക്കുന്നു. ആ അവകാശ പത്രിക കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് SFI നൽകിയിരിക്കുന്ന അവകാശ പത്രികയിൽ ഒന്നാമതായി കേരളത്തിൽ SFI ഉന്നയിച്ചിരിക്കുന്ന ആവശ്യം അല്ല, ഞാൻ പൂർത്തിയാക്കിയില്ല. ആ അവകാശ പത്രികയിൽ SFI ഉന്നയിച്ചിരിക്കുന്ന ഒന്നാമത്തെ ആവശ്യം കേരളത്തിലെ ഗവർണറെ ചാൻസലർ സ്ഥാനത്ത് നിന്ന് പുറത്താക്കണം എന്നാണ്. അപ്പോൾ ആ സമരം അവസാനിപ്പിച്ചു എന്നല്ലല്ലോ എൻ്റെ അർത്ഥം. കേരളത്തിലെ ഗവർണർ RSSകാരനായിരിക്കുന്ന ഗവർണർ ചാൻസലർ സ്ഥാനത്തിരിക്കുന്നിടത്തോളം കാലം കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അതിനെതിരായി അതിശക്തമായ സമരം SFI തുടരുകയും ചെയ്യും. കഴിഞ്ഞ ദിവസവും SFI സംസ്ഥാന സെക്രട്ടറി വളരെ കൃത്യമായി വ്യക്തമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം SFI സർവകലാശാലയിലേക്ക് മാർച്ച് നടത്തിയിട്ടുണ്ട്. ആ സമരം തുടരുകയാണ്. ഇന്ന് അവകാശ പത്രികയിൽ SFI ഉയർത്തുന്ന പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യം കേരള സർവകലാശാലയിൽ ഉൾപ്പെടെ കേരളത്തിലെ വിവിധ സർവകലാശാലയുടെ ചാൻസലർ സ്ഥാനത്ത് നിന്ന് ഗവർണറെ ഒഴിവാക്കണം എന്നാണ് SFI ആവശ്യം.